ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയൊരു പെരുന്നാൾ വരുന്നു. പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ, സായിലാക്ക് ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ പോവാണ്. ആർക്കും അപ്പൊ ഞങ്ങൾക്ക് എന്താ പെരുന്നാൾക്ക് അടുത്ത കൊല്ലം ഷായിലിന്റെ പെണ്ണുങ്ങളാ. അപ്പൊ ഷായില പറഞ്ഞിട്ടെ, ഷായില ഇപ്പൊ പറഞ്ഞിട്ടെ ഡ്രസ് എടുക്കാൻ പോവാറിന്. പെരുന്നാളായില്ലേ അങ്ങനെ അറിയാത്ത മാതിരി നല്ല സുഖല്ലേ. എന്താ ഷായില ഇപ്പൊ ബിസിയാണ്. ഷായിലിന്റെ പെണ്ണുങ്ങൾക്ക് വിളിക്കാണ്, പൂജാപ്പളക്ക് വിളിക്കാണ്. എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? അതല്ല അല്ല. അപ്പൊ ഓക്കെ ബൈ, ലവർ സാധനം എടുക്കാൻ ഇറങ്ങാൻ പോവാണ്. ഡ്രസ്സൊക്കെ എടുക്കാന്നല്ലേ, ഡ്രസ്സ് എടുക്കാൻ പോണെന്ന് അങ്ങനെ പറയില്ല. അതുമനക്ക് എന്താ പറയാ? അപ്പൊ നമ്മള് യാത്രയിലാണ് കോട്ടക്കൽക്കുള്ള. അവിടെ ഒരാള് നല്ല ഡ്രസ്സ് കണ്ടിട്ട് പറഞ്ഞിട്ടാ കോഴിക്കോട് കോട്ടക്കൽക്ക് ഡ്രസ് അവിടെ നിന്ന് കിട്ടാണ്ട് കേട്ടെ. ഇത് എനിക്ക് തോന്നുന്നു എന്താ അറിയോ, നിങ്ങള് അറിയോ കഴിഞ്ഞ പെരുന്നാക്ക് ഞാൻ ഫസ്റ്റ് ബാഗ് എടുത്ത ഡ്രസ്സറിനെ കളിയാക്കി. അപ്പൊ പെരുന്നാക്ക് കുറച്ച് നടക്കട്ടെ. നിങ്ങള് കണ്ടിരുതാ ഓക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കോട്ടക്കൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഓടുന്ന വരുന്നത്. ചെട്ടിപ്പടിന്ന് കോട്ടക്കലേക്ക് വരികയാണ്. ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ള ഓളിട്ട് ഊപ്പ് നമ്മൾ ഈ വരുത്തിന്റെ പുറകിൽ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ക്യാമറ കട്ടാക്കിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ഉദ്ദേശമാണ്? ദുരുദ്ദേശമാണ്, ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് നമ്മള്. അതുകൊണ്ടാ വന്നത്. നമ്മളോട് പറയാത്ത കാര്യം എന്താണോ നമ്മളോട് പറയില്ല എന്നാ പറഞ്ഞത്. എന്താന്നുള്ള അറിയില്ല. ഞാൻ അറിഞ്ഞ ചാറാക്കുന്ന പറഞ്ഞത്. എന്താ സംഭവം കേട്ടിട്ടോ? ഷായിലാ കപ്പിൾസ് ഒരു കുട്ടി ബേബി പ്ലാൻസ് ഒന്നും അപ്പൊ നമ്മള് സായിലാന്റെ ആഗ്രഹങ്ങളാണ് നമ്മളെ ആഗ്രഹം. സായില എന്ത് ഉദ്ദേശിച്ചു? ചെട്ടിപ്പടിന്നോ അല്ല സോറി ചമ്മാടുന്നോ ഒന്നും പറ്റൂല. കോട്ടക്കല് ഇവിടെ ഓള് ആഗ്രഹിച്ച സാധനം കിട്ടിയില്ല. ഇവളെ ഇട്ട് ഇങ്ങനെ ഊക്കി പിയും ഞാൻ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കയ്യുണ്ട് ഷേപ്പാക്കാനല്ലേ വേണ്ടി വരുള്ളൂ. യെല്ലോ എടുത്തോ, ഗ്രീൻ വേണ്ട. ഗ്രീൻ ആണെങ്കിലും ഓൾറെഡി ഇല്ല ഏറ്റവും അല്ല. പക്ഷെ മുറി ആയതുകൊണ്ട് പിന്നെ പേടിക്കല്ല. വെള്ളം തിന്നാ നിങ്ങളെങ്ങനത്തെ കോട്ടൺ നോക്കണല്ലേ? പാർട്ടി ടൈപ്പ് എങ്ങനത്തെ ടൈപ്പ് നോക്കണേ? നിങ്ങൾക്ക് എന്താ ടൈപ്പ് ഉണ്ട്? പറയും ഉമ്മച്ചില്ലേ ഇപ്പൊ എന്തായാലും നോക്ക. റേറ്റ് കൂടും, കോട്ടൺ മതി അങ്ങനൊന്നുമില്ല. ഉമ്മച്ചി ഇഷ്ടമല്ല എടുത്തോളൂ. ഇഷ്ടമല്ല ആണ്ടർദീകൾ എടുക്കണുള്ളൂ. ഇഷ്ടമല്ല എടുക്കാം. രണ്ട് മാക്സി പോരാ കാക്ക 150 റുപ്യ രണ്ട് മാക്സി. 150 റുപ്യക്ക് രണ്ട് മാക്സി അല്ലേ? അവനെ കയ്യുണ്ടായി നല്ല വാനിക്കുണ്ട്. സാറിന് ബെസ്റ്റാണ്. സാറിന് നമുക്ക് അവിടെ പോവാം. ഞാൻ അവിടെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ പോവാം. ഷായിലിന്റെ ഡ്രസ് സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലേ? ഇത് കുറച്ചും കൂടി ഫിറ്റ് ഉണ്ട്. കറക്റ്റ് ഒന്ന് പിടിച്ചാൽ റെഡി. എന്താ
കുടിക്ക് നല്ല പോലെ കുടിക്ക്. കൺഫ്യൂഷൻ എന്താ കേട്ടില്ല? കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിനി അതാ എടുക്കേണ്ടിന്ന്. പ്രാവശ്യം ഞാൻ കണ്ടു ഇഷ്ടപ്പെട്ട് എടുക്കുന്നതോ. അത്ഭുതങ്ങളിൽ അത്ഭുതം. നിങ്ങൾ വരുന്നില്ല? അത്ഭുതങ്ങൾ പലതും സംഭവിക്കും. ഓ ഓക്കെ. നമ്മള് സംഭവം തന്നെയല്ലേ. നിങ്ങൾക്ക് അതിന് നമ്മളെ ഉൾക്കൊള്ളത് കാരണം ചെറുതായിട്ട് കണ്ടിട്ടില്ല. നമ്മളെന്താ പറയാ, നാട്ടില് നല്ല വില, വീട്ടില് പുല്ല് വില. നാട്ടില് നല്ല വില, വീട്ടില് പുല്ല് വില. അതാണ് ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാ. പക്ഷെ ഇവരെല്ലാം ഊക്കണേ സ്ക്രീനിൽ മാറി എടുക്കുന്നതാ. എന്തല്ലാന്നേ എന്ത് ഞാൻ പറഞ്ഞെന്തറിയോ, ഇവിടെ കഴിഞ്ഞ പെരുന്നാക്കും ഈ പെരുന്നാക്കും ഓള് ചരിത്രം കുറിച്ച് എന്നുവെച്ചാൽ ഓള് അതിവേഗം കണ്ട് ഫസ്റ്റത്തെ ഷോപ്പിൽ കയറി സാധനം എടുത്തു. എന്നാലും ഷായനെ ഞാൻ സമ്മതിച്ചിട്ടോ, ഓള് ഇങ്ങനെ ചെയ്യുന്നില്ല. പ്രൈവറ്റ് ഷോപ്പ് കൂട്ടിയോ ഇതപ്പടെ അപ്പോ സംഭവത്താണ് ഷായലിനെ ഞാൻ ഷായല് പറഞ്ഞിട്ട് ജി ഷായല് വേടത്തേക്ക് കഴിച്ച് ഞാൻ വേടക്കുന്ന് വിചാരിക്കണ്ട, ഞാൻ കുറച്ച് ലാഗാക്കി തരാം. അപ്പോൾ ഷേപ്പിംഗ് ആണ്. അപ്പോൾ ഷേപ്പായിട്ട് സാധനം വന്നോ? സാധനം റെഡിയായോ? സാലോ ഒരാളില്ലേ ഡ്രസ് എടുത്ത് ബില്ലാക്കി ഷേപ്പാക്കാൻ കൊടുത്തു. ഷേപ്പാക്കി ഇട്ട് കഴിഞ്ഞാൽ ചോദിക്കുക രസമില്ലേ? ഇഷ്ടപ്പെട്ട് ഡ്രസ് എടുത്ത് ഇഷ്ടപ്പെട്ട് ഡ്രസ് എടുത്ത് അത് ഷേപ്പാക്കാൻ കൊടുത്ത് അടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓള് ചോദിക്കുക കകത്ത് രസമുണ്ടാവും. ഇല്ല പറഞ്ഞ എന്നിട്ട് പിന്നെ ചവിട്ടാ. ഓളിപ്പോ ഫുൾ പ്ലാനിങ്ങിലാ. ഒരാഴ്ച മുന്നേ ഓളെ അനിയനായിട്ട് വരും, ഫുൾ കണ്ടെക്കും, പിറ്റേന്ന് വ്ളോഗ് എടുക്കും. ഞാൻ ഫസ്റ്റ് എടുത്തേ പറഞ്ഞു നിൽക്കും. ഓളെ എയറിലാവാൻ വേണ്ടി ആവാണ്ടിരിക്കാൻ വേണ്ടി. പക്ഷെ നമ്മളെ എയറിൽ കയറ്റും. ഞാൻ വിചാരിച്ച നിങ്ങള് കൊറേ നടത്തിക്ക, പക്ഷെ ഞാൻ നടക്കണം ആലോചിച്ചിട്ടാ ഞാൻ നടത്തിക്ക. ഒരാഴ്ച മുന്നേ എന്റെ അനിയനെ കൂടെ ബൈക്ക് മേലെ ഒന്നല്ലോ നടക്കാണ്ട്. അല്ല, ഞാനും ഈ കാലം വെച്ച് കൊറേ നടക്കണ്ടേ വെച്ചിട്ടാ ഞാൻ നടക്കാം. ബൈക്കില്ലേ പൊതുവെ ഡിസ്പ്ലേ ഉണ്ടായാലും എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ഇഷ്ടപ്പെട്ട കയറി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ. എന്തായിരുന്നു പൊതുവെ ഡിസ്പ്ലേകൾ ഉണ്ടായാലും അങ്ങനെ കയറി നോക്കി റേറ്റ് അങ്ങനെ ചോദിക്കുന്നില്ല. അത് എനിക്ക് ഡിസ്പ്ലേ കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ഞാൻ ഉള്ളിൽ കയറിപ്പോയി. നീ മോക്കെടുക്കാൻ താഴോട്ട് ഇറങ്ങാം. വരൂല അതിന്റെ കുട്ടി വരൂല. ഞാൻ പോട്ടെ, അത് ഞാൻ പോവാ. വേറെ കേട്ടോ നിങ്ങൾക്കൊന്നും കിട്ടൂല, നിങ്ങൾക്കൊന്നും കിട്ടൂല. എന്റെ അരി ബാഗ് എടുക്കാറില്ല. നിങ്ങൾക്കൊന്നും എന്റെ അരി ബാഗ് എടുക്കാറില്ല. നിങ്ങളെന്താ കാട്ടുന്നേ? ഓളെ കാല് ഡോറടിക്കട്ടാ. നിങ്ങൾക്ക് ആർക്കും എന്നെ പോലെ വേഗം കിട്ടൂലെന്നൊക്കെ ഒരാഴ്ച മുന്നേ വന്നിട്ട് മമ്മൂട്ടിയായിട്ട് സെലക്ട് ചെയ്ത് പോയിട്ട് ഇടിഞ്ഞു വന്നതാ. അയ്യോടാ, ഞാൻ വേറെ നോക്കാൻ നിന്നോ? എനിക്ക് വേണമെങ്കിൽ വേറെ കൊറേ നോക്കിട്ട് ഒന്ന് സെലക്ട് ചെയ്താ പോരെ. ഞാൻ കൊറേ നോക്കിട്ടില്ലല്ലോ. അല്ല, ഞാൻ കൊറേ ഡ്രസ് നോക്കിട്ടേ ഇല്ല. അന്ന് നോക്കിയില്ല, ഇന്ന് നോക്കിയില്ല. ഒറ്റ ഡ്രസ് നോക്കിട്ടോ. എന്തായാലും കിട്ടിയില്ല. കിട്ടണം. എങ്ങനായാലും തെരയണ്ടല്ലോ, നടക്കണ്ടല്ലോ, കൊറേ മാറ്റാലും നടക്കണ്ട.
ഇവിടെ ആയതുകൊണ്ട് മാറ്റം പറയൂല അടിച്ചും ചെയ്ത് ഇനി മാറ്റാൻ പറയാണ്ടല്ല ഇനി മാറ്റാൻ പറയാല് ഇനി മാറ്റാൻ പറയാലതാ ഇങ്ങനെ പെരുന്നാളാവൂല ഇനി മാറ്റാൻ പറഞ്ഞ മാറ്റാൻ പറ്റില്ലല്ലോ പറ്റില്ല അടിച്ചില്ലല്ലോ അടിച്ചോണ്ട് ഇനി മാറ്റാൻ പറ്റില്ല എനിക്ക് ഇഷ്ടായല്ലോ നിങ്ങൾ എല്ലാവരും കൂടി മാറ്റണേനെ പറ്റി പറയണേ അടക്ക് എനിക്ക് ഇഷ്ടമായല്ലോ ഇമ്മച്ചി വന്നിട്ട് കൊഴപ്പില്ലാന്നാണ് പറഞ്ഞത് ഇവളെ ഫേസ് വേഗം മാറി ഉമ്മല്ല കാക്ക ഉമ്മനോട് എന്തോ എന്തിനോ ഇല്ല പറയണേ രണ്ടും ഒരേ ടൈമായി പോയി ഷാനുവിന്റെ പെരുന്നാൾ ഡ്രസ് എല്ലാരും എടുക്കണേ അന്നെ കാണിച്ചു ഒരു പച്ചാണ് പച്ച ലൈറ്റ് മഞ്ഞ ഫുള്ള് കയറിയിട്ട് അടി കയറി ഇങ്ങനെ കുറച്ച് ഞാൻ കാണിച്ചു കൊടുക്കടി ഞാൻ കാണിച്ചു കൊടുക്കും കട്ട് ചെയ്യില്ല കട്ട് ചെയ്യണ്ടട്ടാ ആരാ അതോ അതിന് ഡ്രസ് പെച്ചിനോട് പറഞ്ഞാളാ എന്നാ കൂട്ടല്ലി ഒരു 5 മോഡൽ ഇതില് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന എടുക്കുന്നു എൻ്റെ ഉമ്മച്ചി വരെ എടുത്ത് എനിക്ക് എടുത്തു തരുന്നില്ല എനിക്ക് എടുത്തു തരുന്നില്ല ഹലോ പറഞ്ഞോളി ആ ഹലോ പറഞ്ഞോളി ഹലോ അതുപോലെ ശാലുക്കാക്ക സാധനം എടുത്ത കളർ ഇതാണ് കേട്ടാ അപ്പൊ എല്ലാരും ഈ കളറിൽ എടുക്കുക ഷായിലെടുത്ത കളർ ഞാൻ കാണിച്ചത് ഷായിലെടുത്ത കളർ ഞാൻ കാണിച്ചത് അതെടുത്ത എന്തായാലും കാണിച്ചു തരാം എന്റെ മാത്രമേ കാണിച്ചു തരില്ല നടക്കൂലല്ലേ നിങ്ങക്ക് ഈ കളറല്ലേ ഇങ്ങനത്തെ അല്ലേ സിമ്പിൾ സാധനം ഷായിൽ ഇറങ്ങണോക്കെ ഇപ്പൊ ചെറിയട്ടാ കല്യാണം കഴിയണ വരെ വിളിനെ തെണ്ടിച്ചിട്ട് കല്യാണം പരിങ്ങള് പറയും ഇപ്പച്ചിക്ക് നിങ്ങൾക്ക് പറയാള് ഷോൾ ഇട്ടില്ല ഇത് ഇട്ടില്ല സാധനം എടുത്ത് ഇനി വലിപ്പിക്കൽ ചിലപ്പോ മെച്ചാവും അറ്റമാണ് ഇനി മെച്ചാവും വലിപ്പിക്ക മെച്ചിക്ക് 150 ഉറുപ്പിക്ക് 2 മാക്സി നമുക്ക് എടുക്കാം എന്റെ മരോക്കും എന്റെ മോക്കും എടുത്തില്ല എനിക്ക് അത് മതി അപ്പൊ ഞങ്ങളെന്താ മക്കളല്ലേ അത് നടക്കാം മോനെ കിട്ടുമണിയേ മൈൻഡ് പാപ്പാനെ പോലെ തന്നെയാണല്ലോ ക്യാമറ നോക്കൂല ഇത് രസമില്ലല്ലോ ഈ ഡ്രസ് നൈറ്റിൽ ഇടണ രാത്രി ഇടണ മാതിരില്ലേ നൈറ്റ് ഡ്രസ് പോലെ ആ സാറിന്റെ ഡ്രസ് ആര് കണ്ടിട്ട് കേട്ടാ ആര് കണ്ടില്ല കേട്ടാ ഷാലിന്റെ ഡ്രസ് എന്തായാലും ഇത് ഞാൻ ഇരിക്കും ഷായിലന്റെ ഇതാ ഷായിലന്റെ ഇവിടുന്ന് ഞാൻ കാണിച്ചു കൊടുത്തത്
എന്റെ പ്രശ്നം എന്താ ജേഴ്സി നോക്കണേ ജിത്തുഷേ ജേഴ്സി നോക്കണേ അതോ എന്റെ ഉമ്മച്ചിക്ക് തോള കിട്ടിയില്ലാന്ന് ഞാന് ഫുള്ള് സാധനമില്ലേ ഇതൊക്കെ കുറഞ്ഞാലും പ്രശ്നമില്ല കൂടിയാലും പ്രശ്നം പക്ഷെ കൂർപ്പ് കുറയാൻ പാടില്ല. സാധനം ഫുള്ള് മാറണ്ട ഫുള്ള് ടീഷർട്ട് അതൊക്കെ മിക്കവാറും പണി ഉണ്ടാക്കും ചവിട്ടി തല്ലിടാൻ നോക്കുന്നുണ്ട്. അൽത്തുന്റെ ടീഷർട്ട് അൽത്തുന്റെ പാന്റ് അല്ലല്ല അതോളെ വേണ്ട അൽത്തൂനെ കിട്ടിയോള് അൽത്തുന്റെ കുട്ടി അൽത്തുന്റെ അളിയന് അൽത്തുന്റെ രണ്ടാളിയെ അൽത്തുന്റെ അളിയന് അൽത്തുന്റെ നാത്തൂന് അൽത്തുന്റെ വാപ്പ അമ്മ. ആരെ ഫോണോ വിളിക്കാൻ ഞാൻ ഡിസ്കൗണ്ട് ഇടണോ കേട്ടോ നിങ്ങള് കണ്ടറിഞ്ഞ് ഡിസ്കൗണ്ട് ഇടണോ ഡിസ്കൗണ്ട് ഇടണോ ഉപ്പച്ചി അങ്ങനെ സാധനം വലിയ കടമ കഴിഞ്ഞിട്ടില്ലപ്പാ. കടമ എന്ന് പറയാം അമ്മാര് കടമ ഒരു എന്താ പറയാ ഒരു കൊല്ലത്തെ നോമ്പ് ഒറ്റ കടമ തീർന്ന മാതിരി. ഞാൻ കേക്കണേ ജി ഒരു കൊല്ലത്തെ നോമ്പ് ഒറ്റ കടമ ഇപ്പോൾ കിട്ടി പെട്ടെന്ന് കിട്ടി. ചരിത്രത്തിൽ 2ാം വട്ടം സായിലാക്ക് ഫസ്റ്റ് തന്നെ കിട്ടി. സാധനവും കിട്ടി. എല്ലാ പ്രാവശ്യവും വരുന്ന സൂക്കേക്കന്നെ ലാസ്റ്റ് എന്തായി എത്തിപ്പെട്ട്. പക്ഷെ ഇവിടെ വലിച്ചിടാൻ ഇപ്പം റാക്കില് ഡ്രസ് ഇല്ല, അപ്പൊ വലിച്ചിട്ടിട്ട് ഒരു സുഖമുള്ളൂ എന്ന് പറഞ്ഞാൽ സാധനം മറ്റേ അടിയിൽ തെരഞ്ഞെടുക്കണ്ടേ ഒരു മടക്കിയൊക്കെ വിട്ടിരുന്ന ആ ഒരു മടക്കി വെച്ചത് എടുക്കണം. സെയിൽസുകാർ എന്താ പറയാ ഓക്ക് കിട്ടി മാഷാള്ള സാധനം കിട്ടിയപ്പോ അവിടുത്തെ ചെക്കൻ പറയാം ഔ മാഷാള്ള കിട്ടിയില്ലായിരുന്നു. അപ്പൊ അവര് വരെ കിട്ടിയത് ഓളെ സ്വഭാവം ഓളെ മാർക്ക് ചെയ്ത് 2 പെരുന്നാൾക്ക് ഞാൻ ഫസ്റ്റ് എടുത്തു. ഓരോ കടക്കാരോ ഏത് കടയിൽ കയറിയാലും അവിടെ ഉള്ള സെയിൽസുകൾ ഏതോ ഒരുത്തന് ഇവിടെ സ്കെച്ച് ചെയ്യും. കാരണം എന്താണ് ഇവിടെ സ്വഭാവം അതാണ്. പ്രാവശ്യം സാധനം പക്ഷെ നമ്മൾ അങ്ങനെ തെരഞ്ഞെടുക്കല സാധനം. അപ്പൊ ഓക്കെ ബൈ. നിങ്ങൾക്ക് പണി കിട്ടണം. എല്ലാവർക്കും വീഡിയോ അടുത്ത പെരുന്നാൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് കഴിയൂല, അതാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇമ്പോസിഷൻ എഴുതി പഠിച്ചു മൊയേന്ന്. അപ്പൊ ശരി ബൈ 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 ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്.